ഹായ്. അപ്പോൾ നമുക്കിന്നൊരു ഗിഫ്റ്റ് ബോക്സ് ആയാലോ? വെറൈറ്റി എന്ന് പറഞ്ഞാൽ വമ്പൻ വെറൈറ്റി ആയിപ്പോയി. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും തൊപ്പിയിലൊരു കൂടോത്രം, നമ്മൾ മുട്ടയിൽ കൂടോത്രം എന്ന് പറഞ്ഞ പോലെ തൊപ്പിയിൽ ആരെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമുക്കിന്ന് തൊപ്പിയിലൊരു ഗിഫ്റ്റ് കൊടുത്താലോ? ഓക്കെ, അപ്പോൾ ആദ്യം ഇതിന് വേണ്ടത് കട്ടിയുള്ള പേപ്പറാണ് കേട്ടോ. കട്ടിയുള്ള പേപ്പർ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി പെർഫെക്റ്റ് ആണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ വൈറ്റ് ആയിട്ടുള്ളത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐവറി ഷീറ്റാണ്, പക്ഷെ അത് തീർന്നുപോയി. അപ്പോൾ മുകളിലുള്ള ആ ലൈറ്റ് ബ്ലൂ കളർ ഞാൻ കളർ പേപ്പറാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് കട്ടിയുള്ള പേപ്പർ, ബ്ലാക്ക് ചാർട്ടൊക്കെ നല്ല രസമുണ്ടായിരിക്കും. അതന്നെ കട്ടിയുള്ള ചാർട്ടൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ ചാർട്ടൊക്കെ യൂസ് ചെയ്താലും മതി കേട്ടോ. ഓക്കെ, അത്ര മാത്രം ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ 4 സെൻറ്റിമീറ്റർ ആയിരിക്കണം. പിന്നെ അളവുകളും വളരെ കൃത്യമായിരിക്കണം. അളവ് എവിടെ തെറ്റുന്നോ, നമ്മളെ കണക്കുകൂട്ടൽ എവിടെ തെറ്റുന്നോ അവിടെ നമ്മുടെ ലൈഫിൻ്റെ പ്ലാനിങ് ഒക്കെ പോകുമെന്ന് പറഞ്ഞ പോലെ അളവ് ഫുള്ള് കൃത്യമായിരിക്കണം. എന്നാലേ ഇത് സെറ്റ് ആവുള്ളൂ. അത് ഏത് ക്രാഫ്റ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ അളവ് കറക്റ്റായാലേ എന്തും സെറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മാത്സ് ആണ് പഠിക്കണേ? അല്ലല്ലോ, അല്ല, എനിക്കൊരു ഡൗട്ടേ. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കുക, ദെൻ ഫെവിക്കോൾ ഇട്ട് ഒട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊപ്പിയുടെ ആകൃതിയിലായിരിക്കണം. പിന്നെ ഞാൻ പെൻസിൽ വെച്ച് വരക്കുന്നുണ്ട്, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ വരച്ചിട്ടുള്ള അതേ ആകൃതിയിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ പിന്നീട് വരച്ചെടുക്കേണ്ടത്. എന്നാലേ അത് എന്ത് ചെയ്യുള്ളൂ, കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ദെൻ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഫെവിക്കോൾ ഒട്ടിക്കുക. അപ്പോൾ നമ്മുടെ തൊപ്പിയുടെ ഫ്രണ്ട് ഭാഗം ഇനി മുകളിലുള്ള സാധനം കൂടി വെച്ചെടുക്കണം. അതും ഇതുപോലെ തന്നെ മടക്കുക, ഒട്ടിക്കുക. കഴിഞ്ഞു. ഇത്രയുള്ള സിമ്പിൾ പരിപാടി. പിന്നെ നമ്മൾ എന്ത് ഗിഫ്റ്റാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ പേപ്പറിന് വലിപ്പം കൂട്ടാട്ടോ. ഞാനിപ്പോൾ എക്ലെയർ, ഇതെന്താണ് എക്ലെയർ മിഠായെന്ന് തോന്നുന്നു കേട്ടോ. എക്ലെയറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. പിന്നെ അതിൽ 1-2 കോഡ്സൊക്കെ എഴുതി കൊടുത്തു, ഹാപ്പി ബർത്ത്ഡേ. പിന്നെ നമുക്ക് നമ്മളെ ബർത്ത്ഡേ മാത്രമല്ല, ആനിവേഴ്സറിക്കൊക്കെ കൊടുക്കാം. ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്ന എന്താ പറയുക, പാർട്ട്ണറാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൊടുക്കാം കേട്ടോ. ഓക്കെ, എന്നും ഈ ഗിഫ്റ്റ് ബോക്സിലൊക്കെ പകരം നമുക്ക് തൊപ്പിലൊരു കൊടുത്താലോ, ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.